ഹായ് ഇറ്റ്സ് ഡി ടി എച്ച്. ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. രാജേഷ് രവി കഥയും സംവിധാനവും ചെയ്ത സംശയം, ഷറഫുദ്ദീൻ, വിനയ് ഫോർട്ട്, ലിജോ മോൾ ജോസ്, പ്രിയംവദ എന്നിവർ മുഖ്യ വേഷത്തിൽ, കൂടാതെ പി കുഞ്ഞികൃഷ്ണൻ. തുടക്കം ഞാൻ വിചാരിച്ചു ഇത് വീണ്ടും ഒരു പ്രഗ്നൻസി പടമെന്ന് വിചാരിച്ചു. ഈ ഇടയ്ക്ക് ഇങ്ങനെ 2-3 പ്രഗ്നൻസി പടങ്ങൾ ഇറങ്ങിയായിരുന്നു. ഇത് അതുപോലെ ആണെങ്കിലും അതുപോലെ അല്ല. ചില പടങ്ങൾക്ക് നമുക്ക് ഓർമ്മ വരും കാണുമ്പോൾ, അതായത് പഴയ ചില മലയാളം പടങ്ങൾ, മോഹൻലാലിൻ്റെ, ജയറാമിൻ്റെ ചില പടങ്ങൾ നമുക്ക് ഓർമ്മ വരാൻ സാധ്യതയുണ്ട്. എങ്കിലും ഇതിനെ അതിശയിപ്പിച്ചു. കാരണം ഞാൻ ആദ്യം പോകുമ്പോൾ വിചാരിച്ചത് വളരെ സാധാരണ ഒരു പടമായിരിക്കും, അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് പടമായിരിക്കും എന്നൊരു പ്രെജുഡ്യൂസോട് കൂടി, അല്ലെങ്കിൽ ഒരു മുൻവിധിയോട് കൂടിയാണ് ഞാൻ അൺഫോർച്ചുനേറ്റ്ലി പോയത്. പക്ഷേ ഇത് എന്നെ ഞെട്ടിപ്പിച്ചു. വിനയ് ഫോർട്ടിൻ്റെ അഭിനയം ഉഗ്രനാണ്, കലക്കൻ അഭിനയമാണ്. കൂടാതെ ലിജോ മോൾ ജോസിൻ്റെയും, പ്രത്യേകിച്ച് അവസാന ഭാഗത്ത് വിനയ് ഫോർട്ട് ഉടനീളം ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് പ്രത്യേക രീതിയിലാണ്. അത് ശരിക്കും വിനയ് ഫോർട്ടാന്ന് നമുക്ക് തോന്നത്തില്ല. ആ രീതിയിലുള്ള മേക്കപ്പും ആക്ടിങ്ങുമാണ്. എല്ലാവരുടെയും മേക്കപ്പ് വളരെ നാച്ചുറലാണ്. ഈ പടത്തിൻ്റെ മൊത്തത്തിൽ ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെ വളരെ വളരെ സ്വാഭാവികമായിട്ടൊരു രീതിയിലാണ്. എല്ലാം വളരെ നാച്ചുറലാണ്. ഷറഫുദ്ദീൻ്റെ പെർഫോമൻസിനെ പറ്റി കൂടുതൽ പറയാനൊന്നും ഇല്ലെങ്കിലും ഷറഫുദ്ദീൻ്റെ ക്യാരക്ടറൈസേഷൻ ചെയ്തിരിക്കുന്നത് വളരെ മികച്ച രീതിയിലാണ്. കാരണം നമുക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ, അതായത് ഷറഫുദ്ദീൻ പെർഫോമൻസ് കൊണ്ടല്ല, ആ ക്യാരക്ടറിൻ്റെ രീതി കൊണ്ട് വളരെ മികച്ച ഒരു ക്യാരക്ടർ ആർക്കുള്ള, അല്ലെങ്കിൽ ക്യാരക്ടറൈസേഷൻ ഉള്ള ഒരു കഥാപാത്രമാണ് ഷറഫുദ്ദീൻ്റെ. ഇതിൽ വിനയ് ഫോർട്ട് കഥാപാത്രം ഇന്ത്യൻ കോഫി ഹൗസിൽ ജോലി ചെയ്യുന്ന ഒരു വെയിറ്ററാണ്. ഇപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇന്ത്യൻ കോഫി ഹൗസ് മലയാളികൾക്കല്ല, അല്ലെങ്കിൽ ഇന്ത്യയിൽ പലർക്കും ഒരു നൊസ്റ്റാൾജിക് സംഭവമാണ്. അതിലോട്ടൊന്നും അവർ കിടക്കുന്നില്ല. പക്ഷേ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം എനിക്കും പേഴ്സണലി ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ ആയിരുന്നു ഇന്ത്യൻ കോഫി ഹൗസ്. എപ്പോഴും ഒരു പക്ഷേയാണ്, അൺഫോർച്ചുനേറ്റ്ലി കൊല്ലത്ത് ഇപ്പോൾ അത് അടച്ചു പൂട്ടി, അങ്ങനെ ആയിപ്പോയി. അതൊരു സ്ഥലം ഞാനും പോകുന്നൊരു സ്ഥലമായിരുന്നു ഇന്ത്യൻ കോഫി ഹൗസ്. അപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസ് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ടൊരു സിനിമ, അങ്ങനെ സിനിമകൾ വളരെ വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, അറ്റ്ലീസ്റ്റ് മലയാളത്തിൽ. അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വളരെ കുറവായിട്ട് എനിക്ക് തോന്നുന്നു. ആ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ അപ്പോൾ പറഞ്ഞു തന്നത് വിനയ് ഫോർട്ട് അവിടുത്തെ ഒരു ഇന്ത്യൻ കോഫി ഹൗസിലെ ജോലിക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിൽ വരുന്നൊരു ഒരു ഒരു സംശയം ആണ് ഇതിൻ്റെ ഇതിവൃത്തം. അതായത് ലിജോ മോൾ ജോസാണ് വിനയ് ഫോർട്ടിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത്. അപ്പം ലിജോ മോൾ ജോസിൻ്റെ ക്യാരക്ടർ ഒരു സംശയം വിനയ് ഫോർട്ടിനോട് ചോദിക്കും, വളരെ കാഷ്വലായിട്ട് ചോദിക്കും, 1-2 പറയും, അത്രേ ഉള്ളൂ. പിന്നീട് വിനയ് ഫോർട്ടിൻ്റെ ക്യാരക്ടറാണ് ഇത് തലയിൽക്കൊണ്ട് നടന്ന് അതിങ്ങനെ ഒരു ഭാരമാക്കി മാറ്റി. പിന്നെ പുള്ളിയുടെ ക്യാരക്ടർ തന്നെ മാറിപ്പോകുന്ന രീതിയിലാണ് പുള്ളിയുടെ ക്യാരക്ടർ. ഒരു എവല്യൂഷനുണ്ട് വിനയ് ഫോർട്ടിൻ്റെ ക്യാരക്ടറിന്. അത് നല്ല രീതിയിലാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്, നല്ല രീതിയിലാണ് വിനയ് ഫോർട്ട് പെർഫോം ചെയ്തിരിക്കുന്നത്. ആ ഒരു ക്യാരക്ടറിൻ്റെ ചേഞ്ച് വളരെ നമുക്ക് ഹൃദയത്തിൽ തട്ടുന്ന കണക്കുള്ളൊരു ചേഞ്ചാണ്. കാരണം അത് നമുക്ക് മനസ്സിലാക്കാം. പുള്ളി ആ സംശയമായിട്ട് നടന്ന്, പഴയ ശ്രീനിവാസൻ പടത്തിലൊക്കെ കാണിക്കുന്ന പോലെ ചെറിയൊരു സംഭവം നടന്ന് ആ സംശയം ഉള്ളിൽ ഒതുക്കി, അല്ലെങ്കിൽ ഉള്ളിലിങ്ങനെ നീട്ടി അത് വേറൊരു രീതിയിലായി പുള്ളി അങ്ങനെ ഒബ്സസ്ഡായി പോകും ആ സംശയത്തിൽ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് വിനയ് ഫോർട്ടിൻ്റെ ക്യാരക്ടർ. എനിക്കൊരു കുറവായി തോന്നിയത് അവസാന ഘട്ടം, അതായത് അവസാന ക്ലൈമാക്സ് ഒരു മിനിറ്റ്, ആ സമയത്ത് ആ ഒരു വെളിപ്പെടുത്തൽ ഇവർ തിരിച്ചറിയുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു രഹസ്യം ഇവർ തിരിച്ചറിയുമ്പോൾ ഉള്ള റിയാക്ഷൻ ഒരു അസ്ഥാനത്തായി പോയെന്ന് തോന്നി. കാരണം ഇത്രയും വലിയൊരു വൃത്തികേട് ഒരാൾ ചെയ്തിട്ട് ഇങ്ങനെ ആ ഒരു റിയാക്ഷൻ അല്ല അവിടെ വരേണ്ടിയിരുന്നതെന്ന് തോന്നിപ്പോയി. ആ കഥാപാത്രങ്ങളുടെ രീതി വെച്ചിട്ട് പോലും, പ്രത്യേകിച്ച് അവർ കഥാപാത്രങ്ങളുടെ രീതി വെച്ചിട്ട് അങ്ങനെ ഒരു റിയാക്ഷൻ അല്ല വരേണ്ടതെന്ന് തോന്നിപ്പോയി പേഴ്സണലി. പക്ഷെ അത് നെറ്റ്പിക്കിംഗ് ആണ്. ഇതിൽ വളരെ നല്ല രീതിയിലാണ് കഥയും തിരക്കഥയും ചെയ്തിരിക്കുന്നത്, വളരെ നല്ല രീതിയിലാണ് സംവിധാനവും ചെയ്തിരിക്കുന്നത്. സംശയം എന്ന ഈ സിനിമ ഒരു ആവറേജ് പടമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇറ്റ്സ് എ ഗുഡ് ഫിലിം വിത്ത് ഗ്രേറ്റ് പെർഫോമൻസസ്. 4 stars out of 5 for സംശയം. താങ്ക്സ് ഫോർ വാച്ചിങ്.